നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസിയായ ഇഡിയുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കേന്ദ്ര സർക്കാർ തൽക്കാലം ഇടപെടാൻ സാധ്യതയില്ല. സംസ്ഥാനത്തെ ഇഡി ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ കേന്ദ്ര സർക്കാർ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതാണ് പ്രധാന കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കും കുടുംബാംഗത്തിനും CPM ഭരിക്കുന്ന ബാങ്കുകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇനിയും തെളിയിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ ഇഡി ഉദ്യോഗസ്ഥർ CPMകാരുമായി ഒത്തുകളിച്ചു എന്ന സംശയം കേന്ദ്ര സർക്കാരിന് ഉണ്ട്. തൽക്കാലം ഇത് സ്ഥിരീകരിക്കാൻ കേന്ദ്രം തയ്യാറല്ല. എന്നാൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന നിലയിലാണ് കേന്ദ്രം. കേസ് ഒതുക്കി തീർക്കാൻ കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന പരാതിക്ക് പിന്നാലെ ഇഡിയുടെ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ പരാതികൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 3 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അവയുടെ നിജസ്ഥിതി പരിശോധിച്ചു വരികയാണെന്നുമാണ് വിജിലൻസ് അധികൃതർ നൽകുന്ന സൂചന. അറസ്റ്റിലായവരുടെ മൊഴികൾക്ക് പുറമെ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. കേസിൽ നിലവിൽ 3 പേരാണ് അറസ്റ്റിൽ ആയിട്ടുള്ളത്. കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഇഡിയുടെ കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ 1ാം പ്രതിയാണെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റിലായവർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്ന് വിജിലൻസ് മധ്യമേഖല ACP S ശശീന്ദ്രൻ പറഞ്ഞു. തങ്ങൾ മൊഴികളെടുത്ത് വരികയാണ് എന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം പറയുന്നു. നിലവിലുള്ള പരാതിക്ക് പുറമെ വിജിലൻസിന് മുമ്പാകെ ഫോൺ മുഖേനയും മറ്റ് കൂടുതൽ പരാതികൾ എത്തിയിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ച അദ്ദേഹം ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പറഞ്ഞു. ഇതിനിടെ അറസ്റ്റിലായ കൊച്ചി സ്വദേശിയായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലും സ്ഥാപനത്തിലും വിജിലൻസ് നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ പിടികൂടി. ഇഡി സമൻസ് അയച്ച 30ഓളം പേരുടെ വിവരങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ലാപ്ടോപ്പ്, ഫോൺ തുടങ്ങിയവയും ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. വ്യവസായികളടക്കം സമ്പന്നരായ ഒട്ടേറെ പേരുടെ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതായാണ് രഞ്ജിത്ത് വാര്യർ. കേസിൽ നേരത്തെ പിടിയിലായ തമ്മനം സ്വദേശി വിൽസൺ വർഗീസ്, രാജസ്ഥാൻ സ്വദേശി മുരളി എന്ന മുകേഷ് ജെയിൻ എന്നിവർക്ക് പിന്നാലെ രഞ്ജിത്തും അറസ്റ്റിലായവർക്ക് കൂടെ ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപയായിരുന്നു ഓരോ ഇടപാടിനും രഞ്ജിത്ത് ഈടാക്കിയിരുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ചോദ്യം ചെയ്യലിനിടെ താൻ നൽകിയ ഫോൺ നമ്പറിലേക്ക് ഏജന്റായ വിൽസന്റെ ഫോൺ കോളുകൾ ലഭിച്ചതോടുകൂടി ഇഡി അന്വേഷണത്തിന്റെ മറവിൽ തട്ടിപ്പ് നടക്കുന്നതായി സംശയിച്ച് വ്യവസായി അനീഷ് ബാബു വിജിലൻസിനെ സമീപിച്ചിട്ടുണ്ട്. ടാൻസാനിയ കേന്ദ്രീകരിച്ചുള്ള ബിസിനസിനെയും സാമ്പത്തിക ഇടപാടുകളെയും കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഇഡിക്ക് അറിയേണ്ടിയിരുന്നത്. രേഖകൾ 14 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും ഇഡി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏജന്റായ വിൽസൺ വിളിക്കുന്നതും 2 കോടി രൂപ നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അറിയിക്കുന്നതും. അനീഷ് ബാബു ഇഡിക്ക് നൽകിയ വിവരങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു വിൽസൺ വിളിച്ചത്. ഇതോടെ അനീഷ് ബാബു വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. ഇഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറെയാണ് കൈക്കൂലി കേസിൽ വിജിലൻസ് 1ാം പ്രതിയാക്കിയിരിക്കുന്നത്. വിജിലൻസിൽ നിന്ന് ഇഡി കേസ് സംബന്ധമായ വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് അറിവ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാവും ആഭ്യന്തര അന്വേഷണം. കേസ് ഒഴിവാക്കാൻ വൻ തുക കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന കേസിന് പിന്നാലെ ഇഡിക്കെതിരെ ലഭിച്ച സമാനമായ പരാതികളിൽ അന്വേഷണം വിപുലമാക്കി വിജിലൻസ്. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ നിർണായക വിവരങ്ങൾ അടങ്ങിയ ഡയറി അടക്കം സുപ്രധാന രേഖകൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. രഞ്ജിത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസും മുകേഷും പ്രവർത്തിച്ചിരുന്നത്. ഇഡിയുടെ അന്വേഷണം വിലയിരുത്തിയുള്ള 30ഓളം പേരുടെ പട്ടിക അടങ്ങിയ രഞ്ജിത്തിന്റെ ഡയറി വിജിലൻസ് കണ്ടെത്തി. ഈ പട്ടികയിൽ പേരുള്ളവരിൽ നിന്ന് ഇഡി അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് പണം വാങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നതായാണ് സൂചന. രഞ്ജിത്തിന്റെ ലാപ്ടോപ്പും ഫോണും പരിശോധനയ്ക്ക് അയക്കും. ഇഡിക്കെതിരെ ലഭിച്ച പുതിയ പരാതികളും അന്വേഷിക്കും. 1ാം പ്രതിയായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും ചോദ്യം ചെയ്യുക. ഇഡി പലപ്പോഴും തെളിവില്ലാതെ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നുവെന്നും കൊടകര കള്ളപ്പണം സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഇഡി നിലപാട് സംശയാസ്പദമാണ് എന്നും വിമർശനം ഉയരുന്നുണ്ട്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയെന്ന് CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. കൈക്കൂലി കേസിൽ ഇഡി ചെന്നൈ സോൺ സ്പെഷ്യൽ ഡയറക്ടർ ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറും. അത് ലഭിച്ചാലുടൻ കേന്ദ്ര നടപടികളിലേക്ക് കടന്നേക്കും. ഇടനിലക്കാർ മുഖേന കേസ് ഒതുക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ കോടികൾ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ വിജിലൻസിന് കൂടുതൽ പരാതി ലഭിച്ചെങ്കിലും ഫോണിലൂടെ ലഭിച്ച പരാതികളിൽ കേസെടുത്തിട്ടില്ല. പരാതികൾ കൂടുന്നത് ഇഡിയെ പ്രതിരോധത്തിലും ആക്കുന്നുണ്ട്. പരാതിക്കാരെ കണ്ട് നടപടി പൂർത്തിയാക്കുകയാണ് എന്ന് വിജിലൻസ് മധ്യമേഖല
മേഖല SP S ശശീന്ദ്രൻ പറഞ്ഞു. വിജിലൻസ് നീക്കം കരുതലോടെ നീക്കുകയാണ് ED. 2 കോടി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന കേസിലെ 1-ാം പ്രതിയും ED കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ 1-2 ദിവസത്തിനകം നോട്ടീസ് നൽകിയേക്കും. 4-ാം പ്രതിയും ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കമുള്ള രേഖകൾ ലഭിച്ചതാണ് നിർണായകമായത്. ഇതിൽ തെളിവുണ്ടെന്നാണ് വിജിലൻസിന്റെ അവകാശവാദം. 5 ദിവസത്തെ കസ്റ്റഡിയിലുള്ള രഞ്ജിത്ത്, വിൻസെന്റ്, മുകേഷ് കുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതികൾ സഹകരിക്കുന്നുണ്ട് എന്ന് വിജിലൻസ് വൃത്തങ്ങൾ പറയുന്നു. ലാപ്ടോപ്പ്, ഐഫോൺ തുടങ്ങിയ ഡിജിറ്റൽ രേഖകൾ, ഡയറി എന്നിവയ്ക്ക് പുറമെ ED ഓഫീസിൽ സൂക്ഷിക്കേണ്ട നിർണായക രേഖകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡയറിയിൽ ED സമൻസ് അയച്ച വ്യക്തികളുടെ വിവരങ്ങളാണ് ഉള്ളത്. കൈക്കൂലിക്കായി തയ്യാറാക്കിയ പട്ടികയാണ് ഇതെന്ന് വിജിലൻസ് കരുതുന്നു. രഞ്ജിത്ത് ED ഓഫീസിലെ നിത്യ സന്ദർശകനാണ് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉന്നത ED ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധവുമുണ്ട്. ഇടനിലക്കാരനായ വിൽസനും മുകേഷിനും ED അന്വേഷണം നേരിടുന്നവരുടെ വിവരം കൈമാറിയിരുന്നത് രഞ്ജിത്ത് വാര്യരാണ്. ശേഖർ കുമാറാണ് രഞ്ജിത്തിനെ ദൌത്യം ഏൽപ്പിച്ചത് എന്ന് വിജിലൻസ് വിലയിരുത്തിയിട്ടുമുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഒന്നൊന്നായി കേൾക്കുകയാണ് വിജിലൻസ്. സംസ്ഥാനത്ത് ഇപ്പോഴുള്ള ED ഉദ്യോഗസ്ഥരെ കുരുക്കിയാൽ ആരോപണ വിധേയനായ CPM നേതാക്കളുടെ കാര്യം കേന്ദ്രം നോക്കിക്കൊള്ളുമെന്ന് ഒരു വിഭാഗം CPM നേതാക്കൾ കരുതുന്നുണ്ട്. ഇതിൽ ഒന്നാമൻ MA ബേബിയാണ്. ED പരമാവധി പ്രകോപിപ്പിക്കുകയാണ് ബേബിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ പിണറായിയെയാണ് ബേബി ലക്ഷ്യം വെക്കുന്നത്. കൈക്കൂലി കേസിൽ കേന്ദ്ര അന്വേഷണ സംഘമായ EDയെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്നത് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നുണ്ട്. അഴിമതി പറഞ്ഞുകൊണ്ട് വരേണ്ട, ED തന്നെ അഴിമതിക്കാരനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നും ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്ന അവസ്ഥയാണ് ഇതെന്നുമാണ് ബേബി പറയുന്നത്. എന്തായാലും EDയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഒക്കെ തന്നെ കൃത്യമായി നടക്കുകയാണ്. കള്ളപ്പണ കേസുകൾ ഒതുക്കാൻ പണം വാങ്ങിയ ഏജന്റുമാരിൽ ഒരാളെ കൊച്ചിൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിനുള്ളിൽ കണ്ടുവെന്ന് പരാതിക്കാർ പറയുന്നു. ED ഉദ്യോഗസ്ഥർ എന്ന പേരിൽ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ വിജിലൻസ് അറസ്റ്റ് ചെയ്ത രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള മുരളി മുകേഷിനെയാണ് ED ഓഫീസിനുള്ളിൽ കണ്ടത്. ED ഓഫീസിലെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്നും പരിശോധിക്കണമെന്നും പരാതിക്കാരനായ കൊട്ടാരക്കര സ്വദേശി അനീഷ് ബാബു പറയുന്നു. കേസ് ഒത്തുതീർപ്പാക്കി രേഖ തരുന്നത് ഡൽഹിയിൽ നിന്ന് ED ഡയറക്ടറാണ് എന്ന് ഏജന്റുമാർ ഉറപ്പ് നൽകിയെന്നും അനീഷ് ബാബു പറയുന്നു. കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അനീഷിന് ആദ്യ ED സമൻസ് ലഭിക്കുന്നത് 3 വർഷം മുമ്പാണ്. അന്ന് അഭിഭാഷകൻ മുഖേന മറുപടി നൽകി. 1 വർഷം മുമ്പാണ് തമിഴ്നാട് തൂത്തുക്കുടി കേന്ദ്രമാക്കി ബിസിനസ് തുടങ്ങുകയും കുടുംബത്തോടൊപ്പം താമസം അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തത്. ഇതിനുശേഷമാണ് 2024 ഡിസംബറിൽ വീണ്ടും ED സമൻസ് വരുന്നത്. ഫെബ്രുവരിയിൽ ED ഓഫീസിൽ ഹാജരായി. അതുപോലെ തന്നെ ടാൻസാനിയയിലെ ധാർ എസ് സലാമിൽ അനീഷ് ബാബു മാനേജിംഗ് ഡയറക്ടറായി സദേൺ ട്രേഡ് ലിമിറ്റഡ് എന്ന കശുവണ്ടി വ്യവസായ കമ്പനിയുണ്ട്. ഈ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാനാണ് ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ ആവശ്യപ്പെടുന്നത് എന്ന് അനീഷ് പറയുന്നു. 8 വർഷമായി താൻ ടാൻസാനിയയിലേക്ക് പോയിട്ടില്ല. ആ രേഖകൾ ഹാജരാക്കണമെങ്കിൽ അവിടെ പോയി എടുക്കണമെന്നും അല്ലെങ്കിൽ എംബസി വഴി EDക്ക് അത് നേടിയെടുക്കാമെന്നും താൻ മറുപടി നൽകി. ഇതിനായി 3 തവണ ED ഓഫീസിൽ ഹാജരായി എന്ന് അനീഷ് ബാബു പറയുന്നു. ഒടുവിൽ ഹാജരായപ്പോൾ 14 ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കണം, ഇല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി അനീഷ് ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിക്കുകയാണ് ഉണ്ടായത്. അറസ്റ്റ് നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ 14 ദിവസം മുന്നേ നോട്ടീസ് നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ ഘട്ടത്തിലാണ് അനീഷിനെ ED ഏജന്റ് ആണ് എന്ന് പരിചയപ്പെടുത്തി തമ്മനം സ്വദേശി വിൽസൺ വിളിക്കുന്നതും കേസ് ഒത്തുതീർപ്പാക്കാൻ 2 കോടി നൽകാൻ മതിയെന്നും പറയുന്നത്. ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം നീങ്ങിയതോടുകൂടിയാണ് ED ഏജന്റുമാർ പിടിയിലാകുന്നത്. അനീഷിന്റെ കൂടെ ED ഓഫീസിലേക്ക് പോയ ഭാര്യ നിമ്മിയാണ്. വിജിലൻസ് അറസ്റ്റ് ചെയ്ത രാജസ്ഥാൻകാരൻ മുകേഷിനെ അവിടെ വെച്ച് കണ്ടതും ഇവരാണ്. ഇതേ മുകേഷ് സമൻസ് നൽകാൻ വീട്ടിൽ വന്നിരുന്നതായി അമ്മ പറഞ്ഞതായി അനീഷ് വ്യക്തമാക്കി. ഇയാളുടെ ഫോട്ടോ മാധ്യമങ്ങൾ വന്നപ്പോഴാണ് അത് മുകേഷ് ആണ് എന്ന് അമ്മ അനിത തിരിച്ചറിഞ്ഞത്. ED ഉദ്യോഗസ്ഥരാരും തന്നോട് നേരിട്ട് പണം ചോദിച്ചിട്ടില്ല എന്ന് അനീഷ് ബാബു പറയുന്നു. വിൽസൺ എന്ന ഏജന്റ് മുഖേന മാത്രമായിരുന്നു ചർച്ചകൾ. മെയ് 5-ാം തീയതി കണ്ടപ്പോൾ 14-ന് ED ഹാജരാകുന്ന വിധം സമൻസ് അയക്കണമെന്നാണ് പറഞ്ഞത്. ഇതനുസരിച്ച് അനീഷിന്റെ മെയിലിൽ 14-ന് ഹാജരാകാനുള്ള സമൻസ് ലഭിച്ചു. ഇതാണ് ഈ സമുന്നത ഏജന്റിൽ നടന്ന കള്ളക്കളികൾ. അഴിമതിക്കാരായ ED ഉദ്യോഗസ്ഥരെ വെറുതെ വിടരുത് എന്ന് BJP സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്.
പിണറായി രക്ഷപ്പെടുത്തിയ ഇഡിയെ വെറുതെ വിടരുത് എന്നാണ് പ്രചരണം. ഇഡി വിഷയം ഇത്രയും അധികം വിവാദമായിട്ടും പിണറായി പ്രതികരിച്ചിട്ടുമില്ല. ഇതിലും BJP പ്രവർത്തകർ അസ്വാഭാവികത കാണുന്നുണ്ട്. ഏതായാലും ഇഡിയിലെ ചില ഉദ്യോഗസ്ഥർ പിണറായിയെ രക്ഷിച്ചുവെന്ന് വേണം പറയാൻ. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇതിനകത്ത് തന്നെ നിരവധി പേരുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും എല്ലാ കാലത്തും അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നും നിക്ഷേപകരടക്കം അനേകം പേരെ ബാധിക്കുന്ന കാര്യമാണ് ഇത് എന്നും കോടതി ഇഡിയോട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിക്ഷേപകർക്ക് എന്തുറപ്പ് കൊടുക്കുമെന്ന് കോടതി ഇഡിയോട് ചോദിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണ ഏജൻസി കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് അവരുടെ നടപടിയിലൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കാനും കോടതി മറന്നിട്ടില്ല. അന്വേഷണത്തിന് ഒരു സമയക്രമം ഉണ്ടാകണമെന്നാണ് ഇഡിയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പരാതിക്കാരനായ വ്യക്തിക്കെതിരെ ഗുരുതരമായ കേസ് ഉള്ളതെന്നാണ് ഇഡി പറയുന്നത്. അലി സാബിക്ക് സ്വന്തം പേരിലും കുടുംബക്കാരുടെ പേരിലും മറ്റുള്ളവരുടെ പേരിലുമായി 6.5 കോടി രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പയായി ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇഡി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും CPIM നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ളയാളാണ് ഇയാൾ. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട തൃശൂരിലെ 2 പ്രമുഖ CPIM നേതാക്കളായ AC മൊയ്തീനെയും MK കണ്ണനെയും ഇഡി ചോദ്യം ചെയ്ത ആൾക്കാരാണ്. തുടർന്ന് ഇവർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോഴും ഒച്ചിനേക്കാൾ കഷ്ടമായി ഇഴയുകയാണ്. ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. കരുവന്നൂരിൽ CPM നേതാക്കൾ ഉൾപ്പെടെ കൈയിട്ട് വാരിയ ബാങ്ക് കൊള്ള, ഇനി സ്വർണ്ണക്കടത്തിലും CPM എല്ലുമൊക്കെ ഇഡി ഇത്തരത്തിലാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതാണ് കേരളത്തിലെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതാണ് കേരളത്തിലെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ചത്.